നമുക്കൊരു സ്വപ്നതുല്യമായ പദ്ധതിയുണ്ട്. നമുക്ക് 600 കിലോമീറ്ററാണ് കേരളത്തിന്റെ കടൽ തീരം. നമുക്ക് 2 അന്താരാഷ്ട്ര തുറമുഖങ്ങളുണ്ട്, ഒരു കണ്ടെയ്നർ ടെർമിനലുണ്ട്, 17 മിനി തുറമുഖങ്ങളുണ്ട്. അതിനെല്ലാം സംയോജിപ്പിച്ച് മിഷൻ സമുദ്ര എന്ന പേരിൽ നമ്മൾ കോസ്റ്റൽ ഷിപ്പിംഗ് ആരംഭിക്കും. ഈ റോഡിലൂടെ പോകുന്ന ചരക്കുകളുടെ 70% ഇതിന്റെ 4/1 ചെലവിൽ കടലിലൂടെ പോകും. 2ാം ഘട്ടത്തിൽ ക്രൂയിസ് ഷിപ്പിംഗ് ആരംഭിക്കും, പാസഞ്ചേഴ്സ് വരും. 3ാം ഘട്ടത്തിൽ നദികളെ കൂടി സംയോജിപ്പിച്ചുകൊണ്ടുള്ള വിശാലമായ ടൂറിസം പദ്ധതി. സിയാറ്റിൽ പോലെ, സിംഗപ്പൂർ പോലെ ഒരു തുറമുഖ നഗരമാക്കി കേരളത്തെ മാറ്റിയെടുക്കുക എന്നത് UDFന്റെ സ്വപ്നമാണ്. ഇത് തയ്യാറാക്കി അന്താരാഷ്ട്ര വിദഗ്ധർ എന്നോട് പറഞ്ഞത്, ഇത്തരമൊരു പരിപാടി നടത്താൻ കേരളം പോലെ മനോഹരമായ ഒരു സ്ഥലം ലോകത്തില്ല എന്നാണ്. നമ്മുടെ കയ്യിൽ നിരവധി പദ്ധതികളുണ്ട് കേരളത്തെ മാറ്റാൻ. ഞാൻ എല്ലാം പറയുന്നില്ല, കുറച്ച് സസ്പെൻസ് കിടക്കട്ടെ, വേണ്ടേ? പക്ഷേ ഈ യാത്ര തിരുവനന്തപുരത്ത് എത്തുമ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു കാര്യം ബോധ്യമാകും. അവര് വരുന്നത് കേവലം ഭരണമാറ്റത്തിന് വേണ്ടി മാത്രമല്ല, കേരളത്തിന്റെ മാറ്റത്തിന് വേണ്ടി കൂടിയാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിയും. നിങ്ങൾക്ക് UDFന് വേണ്ടി ഞാൻ വാക്ക് തരുന്നു, ഇനി കേരളം പുറകിലേക്ക് നടക്കില്ല. ഇനി നമ്മുടെ കേരളം മുന്നിലേക്ക് കുതിക്കുക തന്നെ ചെയ്യും. നമ്മുടെ മക്കൾക്ക്, വരാനിരിക്കുന്ന തലമുറകൾക്ക് സുരക്ഷിതമായിരിക്കും കേരളം. ഇവിടെ ഇതൊന്നും അല്ലല്ലോ ചർച്ച, ഇവിടെ വർഗീയതയാണ് ചർച്ച. നമുക്ക് BJPക്കാരെ നമുക്കറിയാം, സംഘപരിവാറുകൾ. അവരിപ്പോ നമ്മളെവിടെയെങ്കിലും സന്തോഷമായിരിക്കാൻ കഴിഞ്ഞാൽ അവർക്ക് വിഷമം വരും. അപ്പൊ നമ്മളെ തമ്മിലടിപ്പിക്കും, വിദ്വേഷ പ്രചരണം നടത്തും. നമ്മൾ ശത്രുക്കളാകുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാവും. അതേ സംഘപരിവാറിന്റെ പാതയിലാണ് ഇപ്പോൾ കേരളത്തിലെ CPM. ഡൽഹിയിലെ ചേട്ടൻ ബാവയും തിരുവനന്തപുരത്തെ അനിയൻ ബാവയും ഒരേ തോണിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കേരളത്തിൽ വർഗീയതയ്ക്ക് തിരികൊളുത്തിരിക്കുന്നത് പിണറായി വിജയനാണ്. കുറെ കിങ്കരന്മാർ അത് ഏറ്റു ചൊല്ലുന്നുണ്ട്. ഒരു തീപ്പൊരി വീണാൽ ആളി കത്തിക്കാൻ കാത്തിരിക്കുന്ന വർഗീയവാദികളുടെ കൈകളിലേക്ക് തീപ്പന്തം എറിഞ്ഞു കൊടുക്കുകയാണ് CPM ചെയ്യുന്നത്. പക്ഷേ കേരളത്തിലെ ജനങ്ങളെ സംരക്ഷിക്കാൻ UDF ഇവിടെയുണ്ട്. നമുക്കൊരു നിലപാടുണ്ട്. ഒരാളും വർഗീയത പറയണ്ട, ന്യൂനപക്ഷ വർഗീയതയും പറയണ്ട, ഭൂരിപക്ഷ വർഗീയതയും പറയണ്ട. ആര് പറഞ്ഞാലും നമ്മൾ എതിർക്കും. തെരഞ്ഞെടുപ്പ് കാലത്ത് ചിലപ്പോൾ ആളുകളൊന്ന് പതറും, ഇല്ലേ? തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ പറയും വർഗീയത പറയുന്നത്, നമ്മൾ വെള്ളം ചേർക്കില്ലാതെ. ചിലർ വന്ന് പറയും ഞങ്ങളുടെ കയ്യിൽ വോട്ട് ബാങ്ക് ഉണ്ട്, പേടിപ്പിക്കും. ഏതോ വോട്ട് ബാങ്ക് ഉണ്ടെങ്കിൽ കയ്യിൽ വെച്ചോ, വർഗീയത പറയരുതെന്ന് അവരുടെ മുഖത്ത് നോക്കി പറയും. ഏത് കൊല കൊമ്പൻ വന്നാലും അവരുടെ മുഖത്ത് നോക്കി പറയും. ഞാൻ പറഞ്ഞു, പിണറായി വിജയനും VD സതീശനും ഒക്കെ ഇനി കുറച്ചാലൂടെ ഉണ്ടാവുള്ളൂ. കുറച്ച് കഴിഞ്ഞാൽ ഓർമ്മയാവും. പക്ഷെ നമ്മുടെ കേരളം ഉണ്ടാകും. നമ്മുടെ മക്കളും കൊച്ചുമക്കളും ജീവിക്കുന്ന ഈ സംസ്ഥാനത്ത് അവർ സൗഹാർദ്ദത്തോടെ കൂടെ ജീവിക്കണം. അതിന് സമ്മതിച്ചില്ലെങ്കിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ അതിനെ തടയുക തന്നെ ചെയ്യും. നമ്മൾ തോളോട് തോൾ ചേർന്നുകൊണ്ടാണ് വർഗീയതയെ നമ്മൾ പ്രതിരോധിക്കേണ്ടത്. എല്ലാവരും നമ്മുടെ ബന്ധുക്കളായി നടിച്ചു വരുന്നവർ നമ്മളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി വരുന്നവരാണ് എന്ന് നമുക്ക് തിരിച്ചറിവുണ്ടാകണം. ആ വർഗീയത അല്ല ഇവിടെ സംസാരിക്കേണ്ടത്, കേരളത്തിന്റെ പ്രശ്നങ്ങളെ കുറിച്ചാണ്. ഈ CPM എങ്ങോട്ടാണ് പോകുന്നത്? ഇവർ കമന്ന് വീണാൽ കാൽപ്പണവുമായി പൊങ്ങുന്ന കൊള്ളക്കാരുടെ സർക്കാരാണ്. പണം ഉണ്ടാക്കിയിട്ടും മതി വരാതെ ഇപ്പൊ സ്വന്തം രക്തസാക്ഷികളുടെ ഫണ്ട് വരെ അടിച്ചു മാറ്റുക, അല്ലെ? ഇപ്പൊ രക്തസാക്ഷികൾ ഉണ്ടാകുന്നത് CPMന് ലോട്ടറി അടിക്കുന്ന പോലെ, ബമ്പർ അടിക്കുന്ന പോലെ. അപ്പൊ പിരിവ് തുടങ്ങുക. ശബരിമലയിലോ അയ്യപ്പന്റെ സ്വർണം കവർന്ന 3 സമുന്നതരായ CPM നേതാക്കന്മാർ ജയിലിലാണ്, അല്ലേ? സ്വർണം മാത്രമാണോ കവർന്നത്? അയ്യപ്പന്റെ ശ്രീകോവിലിന് മുന്നിലുള്ള അതിമനോഹരമായ സ്വർണത്തിൽ പൊതിഞ്ഞ ദ്വാരപാലക ശില്പം ഈ CPM നേതാക്കൾ കൊണ്ടുപോയി ഒരു കോടീശ്വരന് വിറ്റു. കോടികൾ വാങ്ങിച്ചു. അയാളെ പറ്റിച്ചു, അയാൾക്കറിയില്ലല്ലോ ഇത് കള്ള മുതലാണെന്ന് കോടീശ്വരന്. എന്നിട്ട് നിങ്ങൾ കേട്ടോ ഇവരുടെ കള്ളത്തരം, കോടതിയാണ് പറഞ്ഞത്. വ്യാജ ചെമ്പിന്റെ മോൾഡ് ഉണ്ടാക്കി ഈ വിറ്റതിന്റെ വ്യാജം, എന്നിട്ട് അതും എന്തോ പൂശിക്ക് അവിടെ കൊണ്ട് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ കോടതി പറയാണ് 2019 ഈ കളവ് തുടങ്ങി, കട്ടളപ്പടിയും വാതിലും ഒക്കെ അടിച്ചു മാറ്റി.
ആരും അറിഞ്ഞില്ലെങ്കിൽ കള്ളന്മാരെന്ത് ചെയ്യും? വീണ്ടും കക്കും, ഇല്ലേ? വീണ്ടും കക്കാൻ പോയി. 2024 ഫേക്ക് അർജൻസി ഉണ്ടാക്കി. എന്താ കോടതി പറഞ്ഞത്? അതായത് വ്യാജമായി അടിയന്തര ആവശ്യം. എന്താ ഇപ്പൊ പൂശണം എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഇപ്പൊ കക്കണമെന്നാണ് വീണ്ടും. അപ്പൊ കോടതി ഇടപെട്ടു. ഞാൻ കരുതുന്നത് സാക്ഷാൽ അയ്യപ്പൻ ഇടപെട്ടെന്നാണ്. അയ്യപ്പന് മനസ്സിലായി ഇടപെട്ടില്ലെങ്കിൽ അയ്യപ്പന്റെ തങ്ക വിഗ്രഹം വരെയും മരവിച്ചു മാറ്റും.